അടുത്തത് ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ചിലപ്പോൾ ലീനിയർ ഫോമിലായിരിക്കില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റിഡക്ഷൻ ടു ലീനിയർ ഫോം, അതായത് ലീനിയർ ഫോമിലേക്ക് നമുക്ക് അതിനെ ചുരുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ടൈപ്പാണ് ബെർണോളി ഇക്വേഷൻ. അതായത് ബെർണോളി ഇക്വേഷന്റെ ജനറൽ ഫോം ഇതാണ്: dy by dx plus p of x y equal to q of x into y raised to n, where n is any real number. ഈ രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയാ? ബെർണോളി ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ബെർണോളി ഇക്വേഷൻ? dy by dx plus p of x into y equal to q of x into y to the power n. p of x ഉം q of x എന്താണ്? എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. n എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്. ഈ രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ എന്ത് പറയും? ബെർണോളി ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണാന്നുള്ളതാണ്. അപ്പൊ n എന്താ? ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്, അത്രേ പറയാം. n ഈസ് എനി റിയൽ നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ n 0 അല്ലെങ്കിൽ 1 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? n 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് 0 ആണ് അല്ലെ? y raised to 0, അതായത് dy by dx plus p of y equal to q of x എന്നുള്ള രീതിയിലാവും. ഇനി n 1 ആയി കഴിഞ്ഞാലോ? dy by dx plus p of y into y equal to q of x into y dash അല്ലെ? അപ്പൊ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് അത് ലീനിയർ ആയി. സോറി, y ഡാഷ് അല്ല, y raised to 1 വരും. അപ്പൊ n 1 ആവുമ്പോൾ എന്താ വരിക? dy by dx plus p of x y equal to q of x into y to the power 1 വരും. ഈ രണ്ട് കേസിലും എന്താണ്? ഇത് ലീനിയർ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നേരത്തെ അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി n 0യോ അല്ലെങ്കിൽ 1ഓ അല്ലാത്ത കേസ്, അങ്ങനെ വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ലീനിയറിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബെർണോളി ഇക്വേഷനെ. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനെ, ഇതിനെയാണ് 1 എന്ന് വിളിച്ചിട്ടുള്ളത്, ഈ ബെർണോളി ഇക്വേഷനെ ത്രൂ ഔട്ട് y ടു ദ പവർ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? y ടു ദ പവർ മൈനസ് n dy by dx പ്ലസ് p of x into y ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ y ഡിവൈഡഡ് ബൈ y ടു ദ പവർ n എന്ന് വരും. എന്ത് വരും? y ടു ദ പവർ 1 മൈനസ് n ഈക്വൽ ടു റൈറ്റ് സൈഡിൽ q of x മാത്രമായിട്ട് മാറും. അപ്പൊ ഇതിനെന്ത് ചെയ്യുക? ഈ രീതിയിലേക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതുക. എന്നിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? y ടു ദ പവർ 1 മൈനസ് n, ഇവിടെയുള്ള ഈ ഒരു y ടു ദ പവർ 1 മൈനസ് n എന്ത് കൊടുക്കുക? z എന്ന് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഇതിനെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. ഇവിടെ y എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, z-ഉം എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ? കാരണം അതാണല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ. y raised to 1 minus n equal to z. y എക്സിലുള്ള ആയതുകൊണ്ട് z-ഉം എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ആണ്. എന്താ വരിക? 1 by n y ടു ദ പവർ മൈനസ് n dy by dx അല്ലെ? 1 മൈനസ് n മൈനസ് 1 എന്ന് വരുമ്പോഴേക്ക് y ടു ദ പവർ മൈനസ് n വരും. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് n ഇൻറ്റു y ടു ദ പവർ മൈനസ് n ഇൻറ്റു dy by dx. റൈറ്റ് സൈഡിൽ എന്ത് വരും? z-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dz by dx വരും. അതായത് ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y raised to minus 1 into dy by dx equal to 1 by 1 minus n into dz by dx എന്ന് എഴുതാൻ പറ്റും. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ടൈം ആണല്ലോ, ഇതിൽ ഫസ്റ്റ് ടൈം ആണല്ലോ y raised to minus n dy by dx ആണ്. അതുപോലെ y raised to 1 minus n എന്താണ്? z ആണ്. ഇത് രണ്ടും ഈ ഒരു ഇക്വേഷനിൽ ഇതായി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടൈം y raised to minus n dy by dx ആണ്. അവിടെ എന്ത് കൊടുക്കുക? 1 by 1 minus n dz by dx എന്ന് കൊടുക്കുക. p of x into y to the power 1 minus n ന് എന്ത് കൊടുക്കുക? z എന്ന് കൊടുക്കുക, ഈക്വൽ ടു q of x എന്ന് വരും. അതായത് എന്ത് വരും? dz by dx plus 1 minus n into p of x into z equal to 1 minus n into q of x എന്ന് വരും. ഈ ഒരു ടേം നോക്കൂ നിങ്ങൾ, ഈ ഒരു ഇക്വേഷൻ, ഇത് ലീനിയർ ആയല്ലോ. p of x എന്താണ്? വെറും p of x 1 minus n into p of x ആണ്. q of x r of x എന്താണ്? 1 minus n into q of x എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻ എന്താണ്? 1 മൈനസ് n ഇൻറ്റു p of x ഉം 1 മൈനസ് n ഇൻറ്റു q of x ഉം എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻസ് ആണ്. z-ല് ലീനിയറും ആണ്, z-ല് ലീനിയറും ആണ്. z-ലും അതിന്റെ ഡെറിവേറ്റീവ് z ഡാഷിലും ലീനിയർ ആണ്. അപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ സോൾവ് ചെയ്തതുപോലെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും.